കൃതജ്ഞതയുള്ളവരായിരിക്കാം നമുക്ക് ഈ ആഗമനകാലത്തിൽ. നന്ദി നിറഞ്ഞ ഹൃദയത്തിൽ ദൈവം വസിക്കുന്നു. നന്ദിയല്ലാതെ മറ്റെന്താണ് നമുക്ക് ഈ ജീവിതത്തിലുള്ളത്? ഈ ഭൂമിയിലെ വേദനകളിലേക്കും ഭാരങ്ങളിലേക്കും ഈശോ ജനിച്ചു വീണത് നമുക്ക് വേണ്ടിയല്ലേ? മറവി പാപമാണ്. നമ്മുടെ ഉള്ളിൽ ദൈവം നിക്ഷേപിച്ച നന്മകളെ കാണാതെ പോകുന്നതും മറന്നു കളയുന്നതും വലിയ പാപമാണ്. നമ്മളിൽ പലരും ആദ്യം ശൂന്യതയിലേക്കാണ് നോക്കുന്നത്. അപ്പോൾ നന്ദിക്ക് പകരം പരാതിയായിരിക്കും പുറപ്പെടുന്നത്. നമ്മിലെ നന്മകൾ കാണാൻ ശ്രമിച്ചാൽ നമ്മുടെ അധരങ്ങൾ കൃതജ്ഞതാവചനം പുറപ്പെടുവിക്കും. ഷൂ ഉണ്ടാക്കുന്ന കമ്പനിക്കാരൻ തൻ്റെ 2 സെയിൽസ്മാൻമാരെ ആഫ്രിക്കയിലേക്ക് തങ്ങളുടെ ഷൂ വിൽക്കാനുള്ള മാർക്കറ്റ് കണ്ടുപിടിക്കാൻ അയച്ചു. 2 പേരും പോയി ആ രാജ്യത്തെ ജനങ്ങളുടെ ജീവിത രീതിയും സാഹചര്യങ്ങളും മനസ്സിലാക്കി. അവിടെ ഷൂ ധരിക്കുന്ന ഒരാൾ പോലുമില്ല. അതിനാൽ 1ാമത്തെ സെയിൽസ്മാൻ വന്നു പറഞ്ഞു, നമ്മുടെ ഷൂ ആഫ്രിക്കയിൽ ചെലവാകാൻ ഒരു സാധ്യതയുമില്ല. എന്തെന്നാൽ അവിടെ ഷൂ ധരിക്കുന്ന ഒരു മനുഷ്യൻ പോലുമില്ല. എന്നാൽ 2ാമത്തെ സെയിൽസ്മാൻ വന്നു പറഞ്ഞു, ആഫ്രിക്കയിൽ നമ്മുടെ ഷൂ വിൽക്കാൻ വളരെയധികം സാധ്യതയുണ്ട്. കാരണം അവിടെ ഷൂ ധരിക്കുന്ന ആരുമില്ല. അതുകൊണ്ട് എല്ലാവർക്കും ഷൂ ആവശ്യമായിരിക്കും. 2 പേരും ചിന്തിച്ചത് 2 വിധമാണ്. ഒരാൾ ശൂന്യതയിലേക്ക് നോക്കിയപ്പോൾ മറ്റേയാൾ അനുഗ്രഹമാകാൻ ഇടയുള്ള സാധ്യതയിലേക്ക് നോക്കി. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന നന്മകൾ, അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറയാൻ നോക്കിയാൽ അവ അസംഖ്യമാണ്. ഞാൻ എന്തിന് നന്ദി പറയണം? എനിക്ക് ലഭിച്ചിരിക്കുന്നതെല്ലാം എൻ്റെ പ്രയത്നം കൊണ്ടാണെന്ന് ചിന്തിച്ചാൽ നന്ദി പറയാൻ നാം മടിക്കും. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല പ്രാർത്ഥന ദൈവമേ നന്ദി എന്ന പ്രാർത്ഥനയാണ്. രോഗത്തിനും അനാരോഗ്യത്തിനും നന്ദി, നിറവിനും ഇല്ലായ്മയ്ക്കും നന്ദി, സന്തോഷത്തിനും ദുഃഖത്തിനും നന്ദി, നേട്ടത്തിനും കോട്ടത്തിനും നന്ദി, സ്നേഹത്തിനും തിരസ്കരണത്തിനും നന്ദി, കൂടെ കൂട്ടിയതിനും ഒറ്റപ്പെടുത്തിയതിനും നന്ദി. അങ്ങനെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങൾക്കും സാഹചര്യത്തിനും അവസ്ഥകൾക്കും നന്ദി ദൈവമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.